ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് ജീര റൈസും ബട്ടർ ചിക്കനും കൂടെ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും വീഡിയോ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഉപ്പുപൊടി, ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ നമ്മൾ തൈരും നാരങ്ങ നീരും എല്ലാം ചേർക്കുമ്പോഴത്തേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. ഇനി ഇതെല്ലാം കൂടി കൈയോ സ്പൂണോ കൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇത് അരമണിക്കൂർ മാറ്റി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ചിക്കൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ആദ്യം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ കൂടുതൽ മൂത്ത് ഹാർഡായി പോകരുത്. എന്നാൽ അതിൻ്റെ പുറം ലൈറ്റ് ബ്രൗണും ചിക്കൻ്റെ ഉൾഭാഗം നല്ല പാകത്തിന് കുക്കായും വരണം. നമ്മൾ ബട്ടർ ചിക്കൻ ഗ്രേവിയിലേക്ക് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിക്കൻ പാകത്തിന് മൂത്ത് പുറകിലൊരു ചെറിയ ബ്രൗൺ കളറും അതുപോലെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിലൊന്ന് കോരി മാറ്റാം. ഇനി ചിക്കൻ വറുത്തെടുത്ത പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായുമ്പോൾ ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പ്, 4 ഏലക്ക, 1 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കണം. സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തതും 6 വെളുത്തുള്ളി അല്ലിയും 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 4 വലിയ തക്കാളി കഷ്ണങ്ങളാക്കി ഇത് ചേർത്ത് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കശുവിൻ്റെയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കശുവണ്ടി ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി ചേർത്തൊരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാനിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് തക്കാളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യണം. ഇപ്പോൾ തക്കാളിയെല്ലാം മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ വഴറ്റി വെച്ചതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ബട്ടർ ചിക്കനുള്ള ഗ്രേവിക്കുള്ള മസാല നമ്മൾ ഈ കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ ചിക്കനിന് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മസാല പേസ്റ്റ് ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം.
ഇനി ഗ്രേവിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നതും ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ചേർത്തിട്ട് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ചിക്കൻ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാൻ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാനിൻ്റെ മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ ഗ്രേവിയിൽ നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്രീം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറും ക്രീമും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കയ്യിലെടുത്തൊന്ന് നന്നായിട്ട് തിരുമിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ യമ്മി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ചിക്കൻ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ബട്ടർ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചൂടോടെ ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, ജീര റൈസ്, പുലാവ്, ചപ്പാത്തി, ഞാൻ പൊറോട്ട ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.